സിനിമയിലെത്തി പ്രേക്ഷകരുടെ പ്രിയങ്കരനായ നടൻ ആസിഫ് അലി താൻ അവതാരകനായിരുന്ന കാലത്തെ രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. ഒരു ചാനലിൽ അവതാരകനായിട്ടായിരുന്നു തന്റെ തുടക്കമെന്നും ആങ്കറിംഗ് വളരെ ആസ്വാദികരമായ ജോലിയായിരുന്നുവെന്നും ആസിഫ് വെളിപ്പെടുത്തി. കേവലം അവതാരകൻ എന്നതിലുപരി ആ പരിപാടിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ കൂടിയായിരുന്നു താനെന്ന് അദ്ദേഹം പറയുന്നു. പല ജോലികളും ഒറ്റയ്ക്ക് ചെയ്തതിലൂടെയുള്ള വരുമാനത്തെക്കുറിച്ചും ആസിഫ് രസകരമായി സംസാരിച്ചു. ചാനലിൽ വരുമ്പോൾ അവതാരകനായിട്ടാണ് കയറിയത്. ആങ്കർ ചെയ്യുന്നതിന് ശമ്പളമുണ്ട്. പിന്നെ ആ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഞാനായി. അപ്പോൾ അതിന്റെ ശമ്പളവും എനിക്കുണ്ട്, ആസിഫ് അലി പറഞ്ഞു. ഷൂട്ടിങ്ങിനായി ചാനലിന് ഒരു വണ്ടിയുണ്ടായിരുന്നെങ്കിലും ഡ്രൈവറെ പുറത്തുനിന്ന് നിയമിക്കേണ്ടി വന്നിരുന്നതിനാൽ വണ്ടി ഓടിച്ചിരുന്നത് താൻ തന്നെയായിരുന്നു എന്നും ആസിഫ് ഓർമ്മിക്കുന്നു. അപ്പോൾ എനിക്ക് ആങ്കറിംഗിന്റെ പൈസ കിട്ടും, പ്രോഗ്രാം പ്രൊഡ്യൂസറുടെ ശമ്പളം കിട്ടും. ഡ്രൈവറായിട്ട് പോകുന്നതിന്റെ ആ പൈസയും ഞാൻ എഴുതിയെടുക്കും, അദ്ദേഹം ചിരിച്ചുകൊണ്ടു പറഞ്ഞു. മാത്രമല്ല, ക്യാമറ റെന്റിനെടുക്കുമ്പോൾ അസിസ്റ്റന്റിനെ ഒഴിവാക്കി ആ പണവും താൻ സ്വന്തമാക്കിയിരുന്നതായും ആസിഫ് വെളിപ്പെടുത്തി. ക്യാമറ റെന്റിനെടുക്കുവാണ്. ക്യാമറാമാന്റെ കൂടെ ഒരാളെ വിടുവല്ലോ അസിസ്റ്റന്റായിട്ട്. അപ്പോൾ ഞാൻ ക്യാമറയുടെ ഓണറോട് പറയും, ആരെയും വിടണ്ട, ക്യാമറ ഞാൻ നോക്കിക്കോളാം. ഞാൻ അങ്ങനെ ഒരു വലിയ മാഫിയ ഉണ്ടാക്കിയിട്ടുണ്ട്, ആസിഫ് ചിരിയോടെ കൂട്ടിച്ചേർത്തു. ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയാണ് താൻ ജീവിതം പഠിച്ചതെന്നും ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ശീലിച്ചതെന്നും ആസിഫ് അലി പറഞ്ഞു. വീട്ടിൽ വളരെയധികം ആശ്രയിച്ച് ജീവിച്ച താൻ പിന്നീട് ഹോസ്റ്റലിൽ പോയതിനു ശേഷമാണ് പല കാര്യങ്ങളും പഠിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൊടുപുഴയിൽ പഠിക്കുമ്പോൾ അവിടുത്തെ കൂട്ടുകാർ മാത്രമായിരുന്നെങ്കിൽ ബോർഡിംഗിൽ വന്നപ്പോൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സുഹൃത്തുക്കളെ ലഭിച്ചെന്നും അദ്ദേഹം ഓർമ്മിച്ചു. നടൻ അൽത്താഫ് അവിടെ തന്റെ ജൂനിയർ ആയിരുന്നുവെന്നും ആസിഫ് അലി സില്ലി മോങ്സ് മോളിവുഡ് എന്ന യൂട്യൂബ് ചാനലിലെ അഭിമുഖത്തിൽ സംസാരിക്കവെ പറഞ്ഞു. ആസിഫ് അലിയുടെ ഈ വെളിപ്പെടുത്തലുകൾ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിനു മുൻപുള്ള കഷ്ടപ്പാടുകളും സ്വയംപര്യാപ്തതയും വ്യക്തമാക്കുന്നില്ലേ?